സാമ്പത്തിക വിദഗ്ധൻ ശ്രീ പ്രിൻസ് ജോർജ് കൂടി ചേർന്നു. ശ്രീ പ്രിൻസ് ജോർജ്, ബാക്കി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. കേരളത്തിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടു, എന്തൊക്കെ കിട്ടാൻ പോകുന്നു അതിൽ വ്യക്തത ഇനി വരാനിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുള്ളറ്റിട്ട് എഴുതേണ്ടത് ഈ പറയുന്ന ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി എന്നത് തന്നെയല്ലേ പ്രിൻസ്? ഗുഡ് മോർണിംഗ് ആഷ്മി. എനിക്ക് തോന്നുന്നത് ആ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ബജറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റിയ ഒരു കാര്യവും. അതല്ലാതെ വേറെ മറ്റൊരു രീതിയിലും ഈ ബജറ്റിനെ വലിയ ഒരു സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തതായിട്ടോ ഒന്നും അതിനകത്തൊരു ഒരു റെഫറൻസും വന്നിട്ടുമില്ല. അത്തരത്തിലുള്ള പോളിസി അനൗൺസ്മെന്റ്സ് ഒക്കെ വളരെ കുറവാണ്. എന്നാൽ മിഡിൽ ക്ലാസ്സിന് പ്ലീസ് ചെയ്ത ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 2 ക്വാർട്ടറുകളായിട്ട് ഇവിടെ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ട് കൺസംഷനിൽ. അപ്പൊ അതൊന്ന് റിവൈവ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ ടോപ്പ് പ്രയോറിറ്റിയാണ്. കാര്യം അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ ഒക്കെ താഴേക്ക് പോകും. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനുള്ളത് GST വഴിയാണ്. GSTയുടെ കാര്യങ്ങൾ എടുക്കുന്ന GST കൗൺസിലായതുകൊണ്ടായിരിക്കും ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റിൽ അതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് സംസാരിക്കുകയോ അതിനൊരു പരാമർശം പോലും ഉണ്ടായില്ല. അത് ഈ ഇൻകം ടാക്സിന്റെ സ്ലാബുകളിൽ വരുത്തിയ ഒരു ട്വീക്കിങ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് അത് പ്രയോജനം കിട്ടും. പക്ഷെ അതിന്റെ അർത്ഥം നാളെ രാവിലെ മിഡിൽ ക്ലാസ് എല്ലാവരും പോയി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമെന്നൊന്നുമല്ല. ആദ്യം അവർ ഏൺ ചെയ്യണം. ഏൺ ചെയ്തതിനു ശേഷം ടാക്സിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഒരു ലാഗോട് കൂടി, ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞ് മാത്രമേ അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്, വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് മാത്രം എക്കണോമി സ്ലോ ഡൗണിൽ നിന്ന് പുറത്തു വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ നയപ്രഖ്യാപനത്തിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ വളർച്ചാ നിരക്ക് 8.8 ഒക്കെ ആയിരുന്നു. ഈ നയപ്രഖ്യാപനത്തിൽ അതിന് അടുത്തോലും വരുന്നു മാത്രമല്ല, ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്ന വളർച്ചാ നിരക്ക് പോലും അത് യാഥാർത്ഥ്യബോധവുമായി ചേർന്ന് പോകുന്നതാണോ സംശയമുണ്ട്. അപ്പം നമ്മുടെ ഈ എക്കണോമിക് ബൂസ്റ്റിന് ആനുപാതികമായ മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ ബജറ്റിൽപ്പെട്ടോ? ഇല്ല, ബജറ്റിൽ ആകെപ്പാടെയുള്ളത് ഇൻഷുറൻസ് സെക്ടറിന് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നുകൊണ്ട് അവിടെ ഇൻഷുറൻസ് സെക്ടറുകൾ പൊതുവെ ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടത്. പിന്നെ ഈ സാധാരണ രീതിയിൽ പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്കുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2 വർഷങ്ങൾ ഇലക്ഷന് മുമ്പ് ആക്ച്വലി ഗവൺമെന്റ് സ്പെൻഡിങ് വളരെ ഹൈ ആയിരുന്നു റോഡിനും മറ്റുമൊക്കെ ആയിട്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, സെൻട്രൽ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ ബജറ്റ് കഴിഞ്ഞപ്പോൾ 2ാമത്തെ ബജറ്റാണ്. ആദ്യത്തെ ബജറ്റ് തൊട്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള സ്പെൻഡിംഗ് ഒക്കെ അവർ കുറച്ചു. അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നത് പ്രൈവറ്റ് സെക്ടർ കാര്യമായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ നടത്തും, ഇന്ത്യൻ എക്കണോമി ബൂം ചെയ്യുക എന്നുള്ളത് ശരിക്കും ഇതുവരെ വിജയിച്ചിട്ടില്ല. ആളുകളൊക്കെ പറയുന്ന പ്രൈവറ്റ് സെക്ടറിന് ഒത്തിരി എക്സെപ്ഷൻസ് കൊടുത്തു. പക്ഷേ ഇന്നലെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് റെഗുലേഷൻസ് വളരെ ടൈറ്റ് ആണ്, ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ മടിച്ചു നിൽക്കുകയാണ്. ഒരു ഡീറെഗുലേഷൻ ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഗവൺമെന്റിന് ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അല്ലെങ്കിൽ ആ പ്രൈവറ്റ് സെക്ടർ ഒന്നും കാര്യമായിട്ട് ക്യാപെക്സ് പുതിയ പ്രൊജക്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ തൊഴിലവസരങ്ങളും ഉണ്ടാകത്തില്ല. അപ്പൊ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഗവൺമെന്റ് സ്പെൻഡിങ് വീണ്ടും തുടരുമോ എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാര്യം ഈ ഡെറ്റ് കടം വാങ്ങി അനാവശ്യമായിട്ട് ദൂർത്തടിക്കുക എന്നുള്ള ഒരു പരിപാടി ഗവൺമെന്റ് ഇല്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.4 വരിക എന്നുള്ളതാണ്. ഗ്രോത്ത് കുറഞ്ഞാൽ പോലും ഡെഫിസിറ്റ് കൂട്ടാനായിട്ട് നിർമ്മലാ സീതാരാമൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു കണക്കിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ ഗ്രോത്തും വേണമല്ലോ. കാര്യം ഇത്രയും യൂത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഗ്രോത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് നമുക്ക്. അതെ. താങ്ക് യു സാർ, താങ്ക്സ് അലോട്ട്. അപ്പോൾ എന്തായാലും ഓരോ കേന്ദ്ര ബജറ്റിലും ഇടത്തരക്കാരായ ശമ്പളക്കാർ എന്താണ് പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക്, രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം, പ്രതിസന്ധി എന്നതിനൊക്കെ അപ്പുറം ആത്യന്തികമായി ആദ്യം നോക്കുന്നത് ഈ പറയുന്ന ആദായ നികുതി സ്ലാബിലേക്ക് തന്നെയാകും. കാര്യം അവനെ നേർക്കുനേർ ബാധിക്കുന്ന വിഷയങ്ങളൊന്നായത് കാരണം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലൊന്നും അങ്ങനെ ഈ ഘടനയിലെ മാറ്റം, അല്ലെങ്കിൽ ന്യൂ റെജീം, ഓൾഡ് റെജീം എന്ന രീതിയിലൊക്കെ മാറ്റുന്നതും അല്ലാതെ അതിൻ്റെ ഘടനാപരമായ മാറ്റം അല്ലെങ്കിൽ അതിനൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കുറി അതുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇക്കുറി എന്നുള്ളതല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവിലേക്ക് അത് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.